പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പുതുയുഗയാത്ര കോട്ടയം ജില്ലയിൽ പര്യടനം തുടരുന്നതിനിടെ NSS ഓർത്തഡോക്സ് ആസ്ഥാനങ്ങളിൽ രമേശ് ചെന്നിത്തലയുടെ സന്ദർശനം. പൌരപ്രമുഖന്മാരുമായി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തുന്നതിനിടെ രമേശ് ചെന്നിത്തലയുടെ സന്ദർശനങ്ങൾ കോൺഗ്രസിനകത്തെ മുഖ്യമന്ത്രി സ്ഥാന ചർച്ചകൾ വീണ്ടും സജീവമാക്കി. കോൺഗ്രസിൽ മുഖ്യമന്ത്രിമാരുടെ തമ്മിൽ തല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇന്ന് രാവിലെയാണ് കോട്ടയം ദേവലോകം അരമനയിലെത്തി രമേശ് ചെന്നിത്തല ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുമായി കൂടിക്കാഴ്ച നടത്തിയത്. രാഷ്ട്രീയം ചർച്ചയായെന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല ബാവതിരുമേനി എന്നോട് വലിയ സൗഹൃദം എന്നും പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സൗഹൃദം വീണ്ടും ഒന്ന് ഊട്ടി ഉറപ്പിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഞങ്ങൾ രാഷ്ട്രീയക്കാരാകുമ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നാലെ പെരുന്നയിലെ NSS ആസ്ഥാനത്തും രമേശ് ചെന്നിത്തല എത്തി. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി ഹ്രസ്വ കൂടിക്കാഴ്ച. പെരുന്നയിലെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരണം. NSS കോളേജ് പഠിക്കുന്ന കാലം മുതൽ, ചങ്ങനാശ്ശേരി പഠിക്കുന്ന കാലം മുതൽ ഞാനിവിടെ വന്ന് പുഷ്പാർച്ചന നടത്താറുണ്ട്. അതിനകത്ത് ഒരു രാഷ്ട്രീയവും നിങ്ങൾ കാണേണ്ട കാര്യമില്ല. അത് എനിക്ക് ഒരു അകൽച്ചയില്ല, ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പം അകൽച്ചയൊന്നുമില്ല. വി ഡി സതീശന്റെ യാത്രയ്ക്കിടെ രമേശ് ചെന്നിത്തല നടത്തിയ സന്ദർശനങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായി. ഓർത്തഡോക്സ് NSS ആസ്ഥാനങ്ങളിലെ രമേശ് ചെന്നിത്തലയുടെ സന്ദർശനങ്ങളിൽ കരുതലോടെയാണ് വി ഡി സതീശന്റെ പ്രതികരണം. രമേശ് ചെന്നിത്തലയ്ക്ക് ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് പോകണമെങ്കിൽ അദ്ദേഹം എന്റെ നേതാവാണ്, മനസ്സിലായോ? അദ്ദേഹത്തിന് എന്റെ അനുമതി എന്തിനാ? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ കൊണ്ട് കോൺഗ്രസ് ബുദ്ധിമുട്ടിലാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്ത്രീയെ പരിഗണിക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും പ്രസാധകൻ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ MV ഗോവിന്ദൻ പ്രതികരിച്ചു. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.